ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നിങ്ങളുടെ സംസാരം തീർച്ചയായും പങ്കാളിയെ വേദനിപ്പിക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ സംസാരം ഏതെല്ലാം രീതിയിലുള്ള സംസാരമാണ് പങ്കാളിയെ വേദനിപ്പിക്കുന്നത്? ഇത് നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിൽ പങ്കാളികൾ പരസ്പരം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ജീവിതം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളിലും വളരെ പ്രധാനമാണ്. എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ വിഷമങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കാനും ആശയവിനിമയം വളരെ പ്രധാനമാണ്. സംസാരത്തിലൂടെ മാത്രമേ തെറ്റിദ്ധാരണകളും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് തരത്തിൽ എങ്ങനെയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നതെന്നും അറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സംസാരത്തിലെ വ്യത്യാസം പോലും പലപ്പോഴും പങ്കാളിയെ വേദനിപ്പിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. ബന്ധങ്ങളിലെ വഴക്കുകൾ ഇല്ലാതാക്കാനും നേരെ സംസാരിക്കാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പങ്കാളിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ എപ്പോഴും എല്ലാ കാര്യത്തിലും പങ്കാളിയെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അത്ര നല്ല കാര്യമല്ല എന്നുകൂടി മനസ്സിലാക്കുക. കാരണം ഇത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. അതായത് എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യരുത്. കൂടാതെ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ അഭിപ്രായങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാതെ അതൊക്കെയൊന്നും മനസ്സിലാക്കി പരിഗണിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചൂണ്ടിക്കാണിക്കാതെ നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പങ്കാളിയെ പരിഹസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിർബന്ധമായും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിരോധത്തെക്കുറിച്ച്. അതായത് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് പ്രതിരോധം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു തെറ്റ് ചെയ്ത ശേഷം അത് പങ്കാളിയുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആശയവിനിമയം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കാൻ കാരണമാകും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കുകയും പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ പങ്കാളിയുടെ മേൽ പഴിചാരുകയും ചെയ്യുന്നതാണ് ഇതിലെ പ്രധാന പ്രശ്നം. പൊതുവെ പുരുഷന്മാർ ഇത്തരം രീതികൾ പിന്തുടരുകയും പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് നമുക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിന്ദിക്കുക എന്നതിനെ കുറിച്ച്. അതായത് പങ്കാളിയുടെ കാഴ്ചപ്പാടുകളെ എല്ലാം വിമർശിക്കുന്നത് തെറ്റാണ്. എല്ലാ കാഴ്ചപ്പാടുകളെയും വിമർശിക്കുന്നത് ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ ആത്മവിശ്വാസവും അതുപോലെ പങ്കാളിയുടെ സ്വയം ബോധത്തെ അപമാനിക്കുന്നതിലൂടെ ആക്രമിക്കുന്നത് വളരെ ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. പകരം നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും വികാരങ്ങളും അവരുമായി പങ്കുവെക്കുക. പങ്കാളിയുടെ അഭിപ്രായങ്ങളെ നിന്ദിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നിസ്സഹകരിക്കുക എന്നുള്ളത് മിക്ക ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് നിസ്സഹകരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാത്ത പക്ഷം പിന്നീട് അത് മനസ്സിൽ കിടന്ന് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതൊരു ടോക്സിക് രീതിയാണെന്ന് വേണമെങ്കിലും പറയാം. എന്തെങ്കിലും തരത്തിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തമ്മിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ പങ്കാളിയുമായി ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് പരിഹരിക്കുക. വഴക്കുകളെ ഒരു കാരണവശാലും അവഗണിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത്. നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ട് പരസ്പരം പരസ്പരം പങ്കാളികൾ തമ്മിൽ മനസ്സിലാക്കേണ്ട നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവ. ഈ രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരസ്പരം വേദനിപ്പിക്കാതെ നല്ല രീതിയിലുള്ള നല്ല സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം നല്ല സന്തോഷത്തിലാകട്ടെ എന്ന് അവസാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.